കനോലി കനാലിലേക്ക് മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ സംയുക്ത പരിശോധനയ്ക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ നടപടിക്ക് ഉത്തരവിട്ടത്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെയും കാർഷിക വിളകളെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കാൻ സമഗ്ര നയം രൂപീകരിക്കുമെന്നും മന്ത്രി. രണ്ടു മാസത്തെ നീണ്ട വേനലവധിക്ക് വിരാമമിട്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് വീണ്ടും തുറന്നു. വിവിധ പഞ്ചായത്തുകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവേശനോത്സവങ്ങൾ നടന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കനോലി കനാലിലേക്ക് മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ സംയുക്ത പരിശോധനയ്ക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ നടപടിക്ക് ഉത്തരവിട്ടത്. ബണ്ടുകൾ പൊട്ടിച്ച് മലിനജലം കനോലി കനാലിലേക്ക് ഒഴുകിയതിനെ തുടർന്ന് മത്സ്യകൃഷിക്കും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്കുമുണ്ടായ വൻ നഷ്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. ഫിഷറീസ് അഗ്രികൾച്ചർ മലിനീകരണ നിയന്ത്രണ ബോർഡ്, കുഫോസ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്നിവയുടെ സംയുക്ത സംഘമാണ് സംഭവത്തിൽ പരിശോധന നടത്തുക. അടുത്തിടെ ഉണ്ടായ ബണ്ട് പൊട്ടിക്കലിനെ തുടർന്ന് മലിനജലം കനാലിലേക്ക് ഒഴുകിയെത്തുകയും കൂട് കൃഷിയിലെ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുകയും ചെയ്തിരുന്നു. പുഴയിലെ സ്വാഭാവിക മത്സ്യസമ്പത്തിനും ഇത് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. പുഴവെള്ളത്തിലെ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞതാണ് മത്സ്യങ്ങൾ ചത്തുപൊന്താൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൂട് കർഷകർക്ക് മാത്രം 18 ലക്ഷത്തിലേറെ രൂപയുടെ നഷ്ടമുണ്ടായതാണ് അധികൃതരുടെ പ്രാഥമിക കണക്ക്. മതിലകം, പെരിഞ്ഞനം, ശ്രീനാരായണപുരം, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തുകളിലെ 14ഓളം കൂട് കൃഷി യൂണിറ്റുകളെ സംഭവം ബാധിച്ചിട്ടുണ്ട്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സി സീമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ നടപടിക്ക് ഉത്തരവിട്ടത്. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനും ബന്ധപ്പെട്ട എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്തി പൊതുസമിതി രൂപീകരിക്കുന്നതിനുമുള്ള ശ്രമങ്ങളാണ് ഇനി ലക്ഷ്യമിടുന്നതെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. മീഡിയ ടൈം, തൃശൂർ. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെയും കാർഷിക വിളകളെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കാൻ സമഗ്ര നയം രൂപീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ചാലക്കുടിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ മേഖല സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യജീവനും കാർഷിക വിളകളും മറ്റ് സ്വത്തുക്കളും സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സർക്കാർ ശക്തമാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഫോറസ്റ്റ് ഇത് ബ്രീഫായിട്ട് നിങ്ങൾക്ക് പറയാനുള്ള നമുക്ക് ചെയ്യാം. ദയവ് ചെയ്ത് ആവർത്തനം ഉണ്ടാകരുത്. നമുക്ക് ആക്ഷനിലേക്കാണ് പോകേണ്ടത്. നമ്മൾ വന്യജീവി ശല്യം നേരിടുന്ന മേഖലകൾക്കായി വിശദമായ നയം രൂപീകരിക്കുമെന്നും വനമേഖലകളിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മൊബൈൽ സ്ക്വാഡുകൾ സജ്ജമാക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വനംവകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, നാട്ടുകാർ, ആദിവാസി സമൂഹങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക കർമ്മസേനയും രൂപീകരിക്കും. കാട്ടാനയും മറ്റ് വന്യജീവികളും മൂലം ദുരിതമനുഭവിക്കുന്ന മലയോര കർഷകർ തങ്ങളുടെ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കൃഷിനാശവും ജീവഭയവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കർഷകർ ആശങ്കയറിയിച്ചു. മന്ത്രി റോജി എം ജോൺ, ബെന്നി ബെഹനാൻ എം പി, സനീഷ് കുമാർ ജോസഫ് MLA, ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, SP B കൃഷ്ണകുമാർ, വനംവകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ സന്ദർശനത്തിലും ചർച്ചകളിലും പങ്കെടുത്തു. മീഡിയ ടൈം, ചാലക്കുടി. അതിരപ്പിള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ കുടുംബത്തെ സന്ദർശിക്കാനെത്തിയ വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹന വ്യൂഹത്തിന് മുന്നിൽ കാട്ടാന. ചാർപ്പ മേഖലയിൽ റോഡിലിറങ്ങിയ കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തുരത്തിയ ശേഷമാണ് മന്ത്രിയുടെ യാത്ര പുനരാരംഭിച്ചത്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ ത്രിതല സുരക്ഷാ സംവിധാനം നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതിരപ്പള്ളി വൈച്ചേരിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മോഹനന്റെ വീട് സന്ദർശിക്കാനെത്തിയ വനം മന്ത്രി ഷിബു ബേബി ജോണിന്റെ വാഹന വ്യൂഹത്തിന് മുന്നിലാണ് കാട്ടാന എത്തിയത്.
ഞായറാഴ്ച രാത്രി വാഴച്ചാൽ ചാർപ്പ മേഖലയിൽ റോഡിൽ നിലയുറപ്പിച്ച കാട്ടാനയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് സുരക്ഷിതമായി വനത്തിനുള്ളിലേക്ക് തുരത്തിയ ശേഷമാണ് യാത്ര തുടരാനായത്. തുടർന്ന് വൈശ്ശേരിയിലെ മോഹനന്റെ വീട് സന്ദർശിച്ച മന്ത്രി കുടുംബാംഗങ്ങളുമായും പ്രദേശവാസികളുമായും കൂടിക്കാഴ്ച നടത്തി. 1 മണിക്കൂറിലേറെ സമയം ചെലവഴിച്ച് പരാതികളും ആശങ്കകളും കേട്ട മന്ത്രി കാട്ടാനകൾ ജനവാസ മേഖലകളിലേക്ക് പതിവായി എത്തുന്ന സാഹചര്യം ഗൗരവമായാണ് കാണുന്നതെന്ന് വ്യക്തമാക്കി. മോഹനന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ധനസഹായത്തിന്റെ ആദ്യ ഗഡു മന്ത്രി കൈമാറി. പ്രശ്നകാരിയായ കാട്ടാനയെ മറ്റൊരു വനമേഖലയിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇവർ പറയുന്ന വെച്ചാണെങ്കിൽ ഈ പ്രദേശങ്ങളിൽ തന്നെ ആനയുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. അന്നേരം ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടും ഈ പ്രദേശത്ത് ഫോറസ്റ്റിൻ്റെയിൽ തെർമൽ ഇമേജിങ്ങുള്ള രാത്രി ഉപയോഗിക്കുന്ന ഡ്രോൺ ഇല്ല എന്ന് ഇന്ന് രാവിലെ അറിഞ്ഞു. അതടക്കം അവൈലബിൾ ആക്കിയിട്ട് ഇവിടുത്തെ ആനയുടെ സാന്നിധ്യം ഈ സമയം കൊണ്ട് പഠിച്ച് ഇത് കാട്ടിലേക്ക് അയക്കാനുള്ള ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള ഇത് അങ്ങനെ തീരുമാനം. ആനകളുടെ സഞ്ചാരം നിരീക്ഷിക്കാൻ തെർമൽ ഇമേജിംഗ് ഡ്രോണുകൾ വിന്യസിക്കുന്ന കാര്യം പരിഗണനയിലാണെന്നും സോളാർ ഫെൻസിംഗ്, സുരക്ഷാ കിടങ്ങുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ത്രിതല സുരക്ഷാ സംവിധാനം നടപ്പാക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഫെൻസിംഗ് സംവിധാനങ്ങളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി പ്രത്യേക പോർട്ടൽ ഒരുക്കും. ഫെൻസിംഗിലെ വൈദ്യുതി പ്രവാഹത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പൊതുജനങ്ങൾക്ക് അറിയാൻ സംവിധാനം ഏർപ്പെടുത്തും. മേഖലയിലെ ട്രെഞ്ചിംഗ് സാധ്യതകളും പരിശോധിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. വീട്ടുപടിക്കൽ കൊലവിളിയോടെ നിന്ന കാട്ടാന. ജനൽപ്പാളികൾക്കിടയിലൂടെ ആ കാഴ്ച കണ്ട വീട്ടുകാർ ഭയന്ന് വിറച്ചു. തൃശൂർ ചേലക്കര മുതുവടി പള്ളിക്ക് സമീപം കഴിഞ്ഞ 2 ദിവസമായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാന നാട്ടുകാരെ ഭീതിയിലാഴ്ത്തുകയാണ്. ചേലക്കരയിലെ മുതുവടി പള്ളിക്ക് സമീപം താമസിക്കുന്ന പരേതനായ റിൻസന്റെ വീട്ടിലാണ് പുലർച്ചെ 2 മണിയോടെ കാട്ടാന എത്തിയത്. വീടിന് തൊട്ടുമുന്നിൽ നിന്ന കാട്ടാനയെ കണ്ട വീട്ടുകാർ ഭയന്നിരിക്കെയാണ് ലൈറ്റുകൾ തെളിച്ചത്. തുടർന്ന് ആന പിൻവാങ്ങുകയായിരുന്നു. തുടർച്ചയായി 2ാം ദിവസമാണ് കാട്ടാന ഈ പ്രദേശത്തെ ജനവാസ മേഖലയിൽ എത്തുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെയും വീടിന്റെ ചുറ്റുമതിൽ തകർത്ത് അകത്തു കയറിയ കാട്ടാന പറമ്പിലെ ചക്ക, മാങ്ങ, വാഴ എന്നിവയുൾപ്പെടെയുള്ള കൃഷികൾ നശിപ്പിച്ചിരുന്നു. സംഭവം തുടർച്ചയായി 2 ദിവസം വനം വകുപ്പ് അധികൃതരെ അറിയിച്ചിട്ടും ഉദ്യോഗസ്ഥരോ മറ്റ് അധികാരികളോ സ്ഥലത്തെത്തിയില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. ഞായറാഴ്ച രാവിലെ വാർഡ് മെമ്പറെയും വനം വകുപ്പ് അധികൃതരെയും വിവരമറിയിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും ഇവർ ആരോപിക്കുന്നു. ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അടിയന്തരമായി നടപടിയെടുക്കണമെന്നാണ് കുടുംബത്തിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ വനം വകുപ്പിന്റെ ഇടപെടൽ ശക്തമാക്കണമെന്ന ആവശ്യവും ഉയരുകയാണ്. മീഡിയ ടൈം, തൃശൂർ. 2 മാസത്തെ നീണ്ട വേനലവധിക്ക് വിരാമമിട്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് വീണ്ടും തുറന്നു. പുതിയ അധ്യയന വർഷത്തെ വരവേൽക്കാൻ അക്ഷരമുറ്റങ്ങൾ പൂർണ്ണമായി സജ്ജമായതോടെ ലക്ഷക്കണക്കിന് കുട്ടിക്കൂട്ടങ്ങളാണ് ഇന്ന് പുഞ്ചിരിയോടെ സ്കൂളുകളിലേക്ക് തിരിച്ചത്. വിവിധ പഞ്ചായത്തുകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവേശനോത്സവങ്ങൾ നടന്നു. റിപ്പോർട്ടിലേക്ക്. മാള ഗവൺമെന്റ് മോഡൽ LP സ്കൂളിൽ പ്രവേശനോത്സവം നടന്നു. വാർഡ് മെമ്പർ കുമാരി MS അശ്വതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ ജീവിതം തുടങ്ങുന്നത് തന്നെ നമുക്ക് കൂടുതൽ വിദ്യാലയത്തിൽ നിന്നും കൂടുതൽ അറിവുകൾ നേടുന്നതിന് വേണ്ടിയും നമ്മുടെ കൂട്ടുകാരെ പുതിയ കൂട്ടുകാരെ കിട്ടുന്നതിന് വേണ്ടിയും കുട്ടികളുടെ പുതിയ കഴിവുകൾ എങ്ങനെയൊക്കെയുള്ള കഴിവുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വീട്ടിലിരിക്കുന്ന ചിലപ്പോൾ മാതാപിതാക്കൾക്ക് അറിഞ്ഞൊന്നും വരില്ല. നമ്മുടെ അധ്യാപകന്മാരായിരിക്കാം ഒരു പക്ഷേ കുട്ടികളുടെ കഴിവുകൾ, പ്രഗത്ഭമായ കഴിവുകൾ കണ്ടെത്താനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ഓരോ കുട്ടികളുടെയും കഴിവുകൾ ഇവിടെ നിന്നും വികസിപ്പിച്ചെടുക്കാൻ നമ്മുടെ അധ്യാപകന്മാർക്ക് കഴിയുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുപോലെ തന്നെ ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്ന എല്ലാ കുഞ്ഞുമക്കളും നല്ല രീതിയിൽ പഠിക്കുകയും അവരുടെ കഴിവുകൾ വികസിപ്പിച്ചുകൊണ്ട് നല്ല അഭ്യസ്തരായി തീരാനായിട്ട് തീരണമെന്നും ഞാൻ പറയുന്നു. PTA വൈസ് പ്രസിഡന്റ് രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. OSA പ്രസിഡന്റ് CL പിന്റോ, സെക്രട്ടറി NS പ്രകാശൻ, മുൻ പ്രധാനാധ്യാപകരായ കോമളവല്ലി, ഗ്രേസി, പ്രധാനാധ്യാപിക PA വിൻസി, ഷൈബി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ഉപജില്ലാതല പ്രവേശനോത്സവം കൊടകര ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ അധ്യക്ഷത വഹിച്ചു. കലാഭവൻ സുധി മുഖ്യാതിഥിയായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടാപ്പള്ളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ്, ഡയറ്റ് ഫാക്കൽറ്റി ഡോക്ടർ PC സിജി, ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ K സുധീർ, PTA പ്രസിഡന്റ് സന്ദേശ് നാരായൺ,
CM ബബീഷ്, രാജലക്ഷ്മി, പ്രധാനാധ്യാപിക MK ഡെയ്നി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PB നിഷ എന്നിവർ സംസാരിച്ചു. കരൂപ്പെടുന്ന ഗവൺമെന്റ് LP സ്കൂളിൽ പ്രവേശനോത്സവം വിപുലമായി ആഘോഷിച്ചു. വാർഡ് മെമ്പർ പ്രീതി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് മനാഫ് അധ്യക്ഷത വഹിച്ചു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുലേഖ അബ്ദുള്ളക്കുട്ടി വിദ്യാലയം സന്ദർശിച്ചു. പരിപാടിയിൽ NSS ജേതാക്കൾക്കുള്ള ആദരവും PTA പഠനോപകരണ വിതരണവും നടന്നു. സീനിയർ അധ്യാപിക CV ശോഭന, സ്റ്റാഫ് സെക്രട്ടറി PCG, PTA അംഗങ്ങളായ അൻഷിത, സ്വപ്ന, മഹേഷ് എന്നിവർ സംസാരിച്ചു. കുണ്ടൂർ GP സ്കൂളിലെ പ്രവേശനോത്സവം വേറിട്ടതായി. ആദ്യമായി സ്കൂൾ ഗേറ്റ് കടന്ന് പ്രവേശിച്ച 3 കുട്ടികൾക്ക് പഠനോപകരണം വിതരണം ചെയ്തു. കുണ്ടൂർ മൈത്രയിലെ സാമൂഹിക പ്രവർത്തകനായ മോഹനൻ മൈത്രയാണ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ നൽകിയത്. സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം കുളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് MA ജോജോ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് വിഷ്ണുപ്രിയ അധ്യക്ഷത വഹിച്ചു. അധ്യാപിക ജെസി, മറ്റ് അധ്യാപകർ, രക്ഷിതാക്കൾ, കുട്ടികൾ എന്നിവർ പങ്കെടുത്തു. കൊടകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ ഉദ്ഘാടനം ചെയ്തു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഭിലാഷ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, PTA പ്രസിഡന്റ് മനോജ് വലിയപുരയ്ക്കൽ, പ്രിൻസിപ്പൽ M സുധീർ, ഹെഡ്മാസ്റ്റർ KK താജുദ്ദീൻ, സീനിയർ അസിസ്റ്റന്റ് കൃഷ്ണകുമാരി K എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം നിയോജക മണ്ഡലം തല പ്രവേശനോത്സവം ഉദ്ഘാടനം പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. KK വത്സരാജ് MLA ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പത്രത്തിന്റെ പ്രകാശനവും MLA നിർവഹിച്ചു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK രാജു അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA ഷിഹാബ്, പെരിഞ്ഞനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സന്ധ്യ സുനിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷീബ മുരളി, സുജിത സലീഷ്, പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA കരീം, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്മിത സന്തോഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥ് തൈക്കുട്ട, വാർഡ് മെമ്പർ ഷംല ഷഫീഖ്, വലപ്പാട് AO KV അമ്പിളി, പ്രധാനാധ്യാപിക EK ഖദീജാബി, മതിലകം BPC TM റസിയ, PTA പ്രസിഡന്റ് ER ജോഷി, SMC ചെയർമാൻ സമീർ പാറയിൽ, മാതൃസംഗമം പ്രസിഡന്റ് MB ഭവ്യ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈപ്പ്. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് വെർച്വൽ ക്യൂ സംവിധാനം വരുന്നു. ഭക്തർക്ക് മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കി സുഗമ ദർശനം ഉറപ്പാക്കുന്നതിനായാണ് പുതിയ സംവിധാനം നടപ്പാക്കുന്നതെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അറിയിച്ചു. മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ ഫേസ് ആപ്പ് സംവിധാനവും നടപ്പാക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വെർച്വൽ ക്യൂ സംവിധാനം ഏർപ്പെടുത്തുമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പാക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ദേവസ്വം ആവിഷ്കരിച്ച ഫേസ് ആപ്പ് സംവിധാനം നടപ്പിലാക്കുന്നതിന്റെ മുന്നോടിയായാണ് വെർച്വൽ ക്യൂ ഒരുക്കുന്നത്. ദർശനത്തിനായി മണിക്കൂറുകളോളം വരി നിൽക്കേണ്ട സാഹചര്യം ഒഴിവാക്കാൻ ഫേസ് ആപ്പ് സംവിധാനവും നടപ്പാക്കും. ഇതിനായി അപേക്ഷിച്ച ഏജൻസികളിൽ നിന്ന് മികച്ച ഏജൻസിയെ തെരഞ്ഞെടുത്ത് ചുമതല ഏൽപ്പിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. അത്യാധുനിക ക്യൂ കോംപ്ലക്സ് നിലവിൽ വരുന്നതുവരെ ഈ സംവിധാനങ്ങളായിരിക്കും ഭക്തർക്കുള്ള പ്രധാന സൗകര്യം. ക്ഷേത്ര വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് ഭൂമി നഷ്ടപ്പെടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി 10 ദിവസത്തിനുള്ളിൽ ചർച്ച നടത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. നവീകരിച്ച കൗസ്തുഭം റെസ്റ്റ് ഹൗസ് അടുത്ത മാസം ഭക്തർക്കായി തുറന്നു നൽകും. ഭക്തരുടെ മൊബൈൽ ഫോണും മറ്റു സാധനങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനായി DG ലോക്കർ സംവിധാനവും ഏർപ്പെടുത്തും. നിലവിലെ ഫ്ലൈ ഓവറിന് പകരം പ്രായമായവർക്കും കുട്ടികൾക്കും കൂടുതൽ സൗകര്യപ്രദമായ പുതിയ ഫ്ലൈ ഓവർ 2 ആഴ്ചയ്ക്കകം സ്ഥാപിക്കുമെന്നും ദേവസ്വം ചെയർമാൻ അറിയിച്ചു. മീഡിയ ടൈം, ഗുരുവായൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുഴിക്കാട്ടുശ്ശേരി വരദനാട് സൗഹൃദ പുരുഷ സ്വയം സഹായ സംഘം വാർഷികം ആഘോഷിച്ചു. ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസലി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു. എന്നിരുന്നാലും നല്ല രീതിയിൽ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആദ്യമായി തന്നെ ഇത്രയും നല്ല രീതിയിൽ ഈ സംഘത്തിനെ മുന്നോട്ട് നയിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് അടക്കം ഈ കമ്മിറ്റി മെമ്പേഴ്സിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും തരികയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ
സംഘം പ്രസിഡന്റ് AR ചന്ദ്രബോസ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം മിനി പോളി മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ SLC, +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികൾ, മികച്ച കർഷകരായ ജോസഫ് MA വർഗീസ്, മികച്ച ഡ്രൈവറായ PO മത്തായി എന്നിവരെ അനുമോദിച്ചു. കോട്ടക്കൽ സെന്റ് തെരേസാസ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഐറിൻ റോളി കുടുംബ ബന്ധങ്ങളുടെ കല എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. PR സെബാസ്റ്റ്യൻ, PG ഷിബു, വർഗീസ് MA, സുരേഷ് PA എന്നിവർ സംസാരിച്ചു. കേന്ദ്ര വന നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തി മനുഷ്യജീവൻ സംരക്ഷിക്കണമെന്നും ആക്ഷേപകരമായ പ്രസ്താവന പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കർഷക സംഘം ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. CPIM ഏരിയ കമ്മിറ്റി അംഗം KP തോമസ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് KA ജോജി അധ്യക്ഷനായി. AM ഗോപി, ലൈജി തോമസ് എന്നിവർ സംസാരിച്ചു. കണ്ടംകുളം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ലോക ക്ഷീരദിനം ആചരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൗൺസിലർ വിജയലക്ഷ്മി അജിതൻ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന ക്ഷീരകർഷകരെ ചടങ്ങിൽ ആദരിച്ചു. കൊടുങ്ങല്ലൂർ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ ഗിരീഷ്, കൊടുങ്ങല്ലൂർ ക്ഷീരവികസന ഓഫീസർ AB പ്രശാന്ത് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ബിജോയ് കിഷോർ, MR ശരണ്യ എന്നിവർ സംസാരിച്ചു. തൃശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനുള്ളിൽ വെച്ച് വനിതാ ഡോക്ടർക്ക് പാമ്പ് കടിയേറ്റത് ആശുപത്രി ജീവനക്കാരെയും രോഗികളെയും ഒരേപോലെ ആശങ്കയിലാഴ്ത്തി. മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ശ്രേയയ്ക്കാണ് തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ഡ്യൂട്ടിക്ക് എത്തിയ സമയത്ത് അപ്രതീക്ഷിതമായി പാമ്പ് കടിയേറ്റത്. രാവിലെ ആശുപത്രിയിലെ കാർ പാർക്കിംഗ് ഏരിയയിൽ വാഹനം പാർക്ക് ചെയ്ത ശേഷം പുറത്തിറങ്ങി നടന്നു പോകുന്നതിനിടയിലാണ് ഡോക്ടറുടെ കാലിൽ പാമ്പ് കടിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. കാലിന്റെ പിൻവശത്താണ് കടിയേറ്റത്. മെഡിക്കൽ കോളേജ് വളപ്പിൽ വെച്ച് തന്നെയാണ് സംഭവം ഉണ്ടായത് എന്നതിനാൽ ഒട്ടും സമയം കളയാതെ തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ ഇവർക്ക് ആവശ്യമായ പ്രഥമ ശുശ്രൂഷകൾ നൽകാൻ സാധിച്ചു. ചാവക്കാട് കോൺഗ്രസ് നേതാവിനെ ആക്രമിച്ച CPIM പ്രവർത്തകൻ അറസ്റ്റിൽ. കോട്ടപ്പുറം സ്വദേശി അനസിനെയാണ് അറസ്റ്റ് ചെയ്തത്. CPIM മെമ്പറും ചാവക്കാട് കാർഷിക ബാങ്ക് പ്രസിഡന്റുമായ HM നൌഫലിനെയാണ് അനസ് ആക്രമിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം. അനസ് ഉൾപ്പെട്ട കവർച്ചാ കേസ് പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട നൌഫലിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് പ്രകടനം നടത്തിയിരുന്നു. ഇതിന്റെ വൈരാഗ്യത്തിൽ ആക്രമിച്ചെന്ന കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കനോലി കനാലിലേക്ക് മലിനജലം ഒഴുക്കിയതിനെ തുടർന്ന് വൻതോതിൽ മത്സ്യങ്ങൾ ചത്തൊടുങ്ങിയ സംഭവത്തിൽ സംയുക്ത പരിശോധനയ്ക്ക് ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ C സീമയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ നടപടിക്ക് ഉത്തരവിട്ടത്. കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് ജനങ്ങളെയും കാർഷിക വിളകളെയും സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. വന്യജീവി മനുഷ്യ സംഘർഷം കുറയ്ക്കാൻ സമഗ്ര നയം രൂപീകരിക്കുമെന്നും മന്ത്രി. 2 മാസത്തെ നീണ്ട വേനലവധിക്ക് വിരാമമിട്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങൾ ഇന്ന് വീണ്ടും തുറന്നു. വിവിധ പഞ്ചായത്തുകളിൽ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പ്രവേശനോത്സവങ്ങൾ നടന്നു. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.